നമസ്കാരം. ലോകം ഈ ആഴ്ചയിലേക്ക് സ്വാഗതം. ഇസ്രായേലുമായി ചരിത്ര കരാറിൽ ഒപ്പിട്ട് UAEയും ബഹ്റൈനും. അറബ് രാജ്യങ്ങളിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും രാഷ്ട്രങ്ങളാണിത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൗസിൽ വെച്ചാണ് പുതിയ ബന്ധത്തിന് തുടക്കമായത്. തീരുമാനത്തിനെതിരെ പലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രതിഷേധം പുകയുകയാണ്. എന്താണ് തിരക്കിട്ടുള്ള കരാറിന് പിന്നിൽ? ഗൾഫ് മേഖലയ്ക്കിത് പുതുചരിത്രം. അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള അബ്രഹാം കരാറിൽ ഇസ്രായേലുമായി UAEയും ബഹ്റൈനും ഒപ്പുവെച്ചു. ഈജിപ്തിനും ജോർദാനും പിന്നാലെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന രാജ്യങ്ങൾ ഇനി പരസ്പരം എംബസികൾ തുറക്കും. നേരിട്ടുള്ള വിമാന സർവീസുകൾ, വിവിധ മേഖലകളിൽ കരാറുകൾ. ഗൾഫ് മേഖലയിലെ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാന നീക്കത്തിന്റെ ഭാഗമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. Well, I think Israel's not isolated anymore because I can tell you we have the two countries, plus you had an additional two, as you know, from many, many years ago. And now you have a situation where many of the countries, and I can actually say most of the countries, but many of the countries in the Middle East want to sign this deal. And I think when that happens, hopefully after the election, because I really believe Iran wants to make a deal. They've had a very tough time. UAE, ബഹ്റൈൻ വിദേശകാര്യമന്ത്രിമാരും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൗസിലെ ചടങ്ങിനെത്തി. കരാറിന് മുന്നോടിയായി നേരത്തെ ഇസ്രായേലിൽ നിന്നുള്ള ആദ്യ യാത്രാ വിമാനം അബുദാബിയിലെത്തിയിരുന്നു. കരാറിനെതിരെ പലസ്തീനിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. കയ്യേറിയ പലസ്തീൻ പ്രദേശങ്ങൾ ഇസ്രായേൽ കൈയൊഴിയാതെ പ്രക്ഷോഭത്തിന് അവസാനമില്ലെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. ഒരു ഭാഗത്ത് സമാധാന പ്രതിനിധികളെന്ന നാട്യം, മറുഭാഗത്ത് പലസ്തീൻ പൗരന്മാർക്കും അവരുടെ ജീവിത കേന്ദ്രങ്ങൾക്കും മുകളിൽ ബുൾഡോസറുകൾ കയറ്റിയിറക്കുന്നു. ഇസ്രായേൽ സൈനിക പടയുടെ വെടിവെപ്പിൽ കൈകാലുകൾ നഷ്ടമായ യുവത്വത്തെ ഗാസയുടെയും റമല്ലയുടെയും കിഴക്കൻ ജെറുസലേമിന്റെയും തെരുവുകളിൽ കാണാമെന്ന് പ്രക്ഷോഭകാരികൾ. UAEയും ബഹ്റൈനും കരാറിൽ ഒപ്പിട്ടെങ്കിലും ഇനിയും അവ്യക്തതകൾ മറനീങ്ങാനുണ്ട്. അമേരിക്ക ഇസ്രായേൽ തലസ്ഥാനമായി അംഗീകരിച്ച ജെറുസലേമിൽ ഒപ്പിട്ട രാജ്യങ്ങൾ എംബസി തുറക്കുമോ? ഇസ്രായേൽ അധിനിവേശ പലസ്തീനിൽ ജൂത കോളനികൾ സ്ഥാപിക്കുന്നതിൽ നിന്ന് പിന്മാറുമെന്ന് കരാറിന്റെ ഭാഗമായുള്ള ചർച്ചയിൽ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് കരാറിൽ ഉൾപ്പെടുത്തിയോ എന്ന് വ്യക്തമല്ല. ആയുധ കൈമാറ്റം കരാറിന്റെ ഭാഗമാണോ? അങ്ങനെ ചോദ്യങ്ങൾ. പുതിയ നീക്കത്തിൽ സൗദി അറേബ്യ ഭാഗമാകുമോ എന്ന് ഇനി കണ്ടറിയണം. സൗദി രാജാവിന്റെ അനുമതി കിട്ടേണ്ട കടമ്പ മാത്രമേയുള്ളൂവെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലുമായി അകലം പാലിച്ച ഗൾഫ് രാജ്യങ്ങളിലെ പഴയ ഭരണകർത്താക്കളുടെ വഴിയെ പോകാൻ പുതുതലമുറയ്ക്ക് താൽപ്പര്യമില്ലാത്തതും അമേരിക്കൻ നീക്കങ്ങളെ എളുപ്പമാക്കുന്നു. ഇറാനും തുർക്കിയും ഖത്തറും നിലപാട് തുറന്ന് പ്രഖ്യാപിച്ചവരാണ്. അബുദാബിയിലെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചുവിളിച്ച് പ്രതിഷേധം അവർ അറിയിച്ചു.
അമേരിക്കയുടെ തിരക്കിട്ട നീക്കങ്ങൾക്ക് പിന്നിലെന്തെന്ന സംശയങ്ങളും ഉയരുന്നുണ്ട്. നയതന്ത്ര രംഗത്തെ ട്രംപിന്റെ പാളിച്ചകൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ വലിയ വിഷയമായി ഉയർത്തുകയാണ്. ചരിത്ര കരാറിൽ ഒപ്പുവെച്ചതോടെ ചൂട് പിടിക്കുന്ന പ്രചാരണത്തിൽ ഇത് ട്രംപിന് വിഷയമാക്കാം. മുമ്പ് ഉത്തര കൊറിയയുമായി സമാധാന നീക്കങ്ങൾ ട്രംപ് നേരിട്ട് നടത്തിയെങ്കിലും പോർവിളികൾ കുറഞ്ഞതല്ലാതെ മറ്റൊരു നേട്ടവുമുണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെ കൂടി ഈ പാതയിൽ എത്തിക്കുകയാണ് സമാധാന നോബൽ ലക്ഷ്യമിടുന്ന ട്രംപിന്റെ ശ്രമം. അധികമാർക്കും പ്രവചിക്കാൻ കഴിയാത്ത രണ്ട് സംഭവങ്ങളാണ് ജപ്പാനിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഉണ്ടായത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ പടിയിറക്കവും ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി യോഷിഹിദെ സുഗ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയതും. ഭരണ പാരമ്പര്യമില്ലാത്ത സാധാരണ കുടുംബത്തിൽ നിന്നുമാണ് പ്രധാനമന്ത്രി പദവിയിലേക്കുള്ള സുഗയുടെ വളർച്ച. 2012 ഷിൻസോ ആബെ ജപ്പാൻ പ്രധാനമന്ത്രി പദവിയിലെത്തുമ്പോൾ ഭരണ അസ്ഥിരത രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന കാലത്തിന് കൂടിയാണ് അവസാനമായത്. മൂന്ന് പതിറ്റാണ്ടുകാലം 19 പ്രധാനമന്ത്രിമാരെ കണ്ട ജപ്പാൻ ആബെയുടെ വരവോടെ പുതിയ യുഗത്തിലേക്ക് കാലെടുത്തു വെച്ചു. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി വഹിച്ചയാൾ എന്ന നേട്ടം സ്വന്തം പേരിലാക്കിയാണ് മുൻ പ്രധാനമന്ത്രി നെബുസുക്കെ കിഷിയുടെ കൊച്ചുമകൻ പദവിയൊഴിഞ്ഞത്. ഏറെക്കാലമായി അസുഖബാധിതനായ ഷിൻസോ ആബെ സ്വയം സ്ഥാനമൊഴിഞ്ഞത് അധികാരമർത്തപ്പെട്ടിരുന്ന ലോകത്തിന് പുതിയ മാതൃക തീർത്തു. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളർന്ന രാജ്യത്തിന് ആബെയുടെ സാമ്പത്തിക നയങ്ങൾ കരുത്തേകി. ആബനോമിക്സ് എന്ന് പേരിട്ട് പോലും ആ നയങ്ങളെ സാമ്പത്തിക വിദഗ്ധർ വാഴ്ത്തി. സ്വപ്നങ്ങൾ പലതും ബാക്കിയാക്കി അധികാരത്തിൽ നിന്ന് 65-കാരൻ ആബെ സ്വയം വിരമിക്കുമ്പോൾ പകരക്കാരനെ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ജപ്പാൻ ജനതയ്ക്ക്. പല പേരുകൾ വന്നുപോയെങ്കിലും ഒടുവിൽ നറുക്കുവീണത് യോഷിഹിദെ സുഗയ്ക്ക്. ആരാണ് 71-കാരൻ യോഷിഹിദെ സുഗ? ജപ്പാൻ ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി, ഷിൻസോ ആബെയുടെ വലങ്കൈ, പുതിയ നയങ്ങൾ നടപ്പാക്കാൻ അണിയറയിൽ തന്ത്രങ്ങൾ മെനഞ്ഞവരിൽ പ്രധാനി. അധികാരത്തിന്റെ പാരമ്പര്യ തഴമ്പുകളില്ലാതെ പടവുകൾ കയറിയ സാധാരണക്കാരൻ. ടോക്കിയോവിന് 600 കിലോമീറ്റർ അകലെ അഗിത എന്ന ഗ്രാമത്തിലെ സ്ട്രോബെറി കർഷകന്റെ മകൻ. ൽ യോക്കോഹാമ മുനിസിപ്പൽ അംഗമായി രാഷ്ട്രീയത്തിൽ ചുവടുവെച്ച സുഗ 96-ലെ തെരഞ്ഞെടുപ്പിലാണ് ജനപ്രതിനിധി സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2006-ലും 2012-ലും ഷിൻസോ ആബെ അധികാരത്തിലെത്തിയപ്പോൾ ക്യാബിനറ്റിൽ സുഗയുമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി പദത്തിൽ റെക്കോർഡിട്ട് ആബെ സ്ഥാനമൊഴിഞ്ഞപ്പോൾ സുഗയും ഒരു നേട്ടം കരസ്ഥമാക്കി. കൂടുതൽ കാലം ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറിയായെന്ന നേട്ടം. തുറന്നു ചിരിയില്ല, മാധ്യമങ്ങളോട് കണിശക്കാരൻ, ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളോട് അവഗണന. ഇരുമ്പ് മതിൽ എന്നാണ് മാധ്യമങ്ങൾ യോഷിഹിദെ സുഗയെ വിശേഷിപ്പിക്കുന്നത്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ചേർന്ന ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെ യോഗത്തിൽ ഭൂരിപക്ഷ പിന്തുണ നേടി. ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുമെന്നായിരുന്നു നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇംപീരിയൽ കൊട്ടാരത്തിലെ ചടങ്ങിൽ ചക്രവർത്തി നരൂഹിതോയിൽ നിന്നാണ് യോഷിഹിദെ അധികാരമേറ്റത്. ഷിൻസോ ആബെയുടെ സഹോദരൻ നെബുവോ കിഷി പുതിയ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രിയാണ്. അമേരിക്കയിലെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ പടർന്നു പിടിച്ച കാട്ടുതീയ്ക്ക് ശമനമില്ല. ഇതുവരെ 50 ലക്ഷം ഏക്കറിൽ തീ പടർന്നെന്നാണ് റിപ്പോർട്ട്. ഈ മാസം അവസാനത്തോടുകൂടി കാട്ടുതീയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ്
അധികൃതരുടെ പ്രതീക്ഷ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇപ്പോഴും ഫസ്റ്റ് അഥവാ ആദ്യം എന്ന വാക്ക് കൗതുകമുണ്ടാക്കുന്നു. ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യത്തിൽ ഈ വാക്കിനെന്താണ് ഇപ്പോഴും കൗതുകം? അമേരിക്ക സ്വതന്ത്ര രാജ്യമായിട്ട് 2.5 നൂറ്റാണ്ട് തികയാൻ 6 വർഷം മാത്രമാണ് ബാക്കി. 1789 തൊട്ട് 58 തെരഞ്ഞെടുപ്പുകൾക്കാണ് അമേരിക്ക സാക്ഷ്യം വഹിച്ചത്. ഇതുവരെ 45 ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നറിയപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് 16 പേർ ഡെമോക്രാറ്റുകൾ. എബ്രഹാം ലിങ്കണ് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ജെയിംസ് ബുച്ച്നന്റെ കാലത്തൊഴികെ അമേരിക്കൻ പ്രഥമ വനിത എന്ന പദവി ഒഴിഞ്ഞുകിടന്നില്ല. പക്ഷേ ആദ്യമായി പ്രസിഡന്റാകാൻ ഇതുവരെ ഒരു വനിതയ്ക്കും അവസരം ലഭിച്ചിട്ടുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിനോട് ഏറ്റുമുട്ടിയ ഹിലരി ക്ലിന്റന് തലനാരിഴയ്ക്കാണ് പ്രസിഡന്റ് പദവി നഷ്ടമായത്. രാജ്യത്തെ പ്രധാന പാർട്ടിയുടെ പ്രതിനിധിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിതയും ഹിലരി തന്നെ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ആദ്യമായി വനിതയെത്തുമോ എന്ന ആകാംക്ഷയാണ് ഇക്കുറി. ഡെമോക്രാറ്റുകൾ വിജയിച്ചാൽ കമല ഹാരിസിന്റെ പേരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത, ആദ്യ ആഫ്രോ ഏഷ്യൻ വംശജ എന്നീ റെക്കോർഡുകൾ. ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മൂന്നാമത്തെ വനിതയാണ് കമല. As I said, Joe, when you called me, I am incredibly honored by this responsibility, and I'm ready to get to work. I am ready to get to work. ചരിത്രത്തിൽ മായാത്ത ആദ്യമെന്ന പദവി അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ കുറിച്ചവർ ഇവരാണ്. ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ, പദവിയിലെത്തിയ ആദ്യ കത്തോലിക്കൻ ജോൺ എഫ് കെന്നഡി, founded by Bishop John Fletcher Hurst and first opened by President Woodrow Wilson. ആദ്യ കറുത്ത വംശജൻ ബറാക് ഒബാമ. Tonight is a particular honor for me because, let's face it, my presence on this stage is pretty unlikely. ഇനി ഇക്കുറി പുതുചരിത്രം എഴുതുമോ എന്ന കാത്തിരിപ്പ്. അമേരിക്കൻ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്ന 2 കെട്ടിടങ്ങൾ, വൈറ്റ് ഹൗസും ക്യാപിറ്റോൾ ബിൽഡിംഗും. 2 കെട്ടിടങ്ങളും ഒരേ കാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ലോകത്തെ 1-ാം നമ്പർ രാജ്യമായി അമേരിക്കയെ മാറ്റിയതിൻ്റെ ആസൂത്രണം ഈ 2 മന്ദിരത്തിൽ നിന്നാണ്. വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡന്റിന്റെയും കുടുംബത്തിന്റെയും ഔദ്യോഗിക വസതി. 2 നൂറ്റാണ്ട് പഴക്കമുള്ള മന്ദിരം. വാഷിംഗ്ടൺ DC-യിലെ പെൻസിൽവാനിയയിൽ അതീവ സുരക്ഷാ മേഖലയിലാണിത്. വാടക വീടുകളിൽ മാറി മാറി താമസിച്ച ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടനാണ് സ്ഥിരമായ വസതി നിർമ്മിക്കുന്നതിന് തുടക്കമിട്ടത്. 1792-ൽ തറക്കല്ലിട്ട കെട്ടിടം പൂർത്തിയാക്കും മുമ്പേ ജോർജ് വാഷിംഗ്ടൺ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആദം നിർമ്മാണം പൂർത്തിയാക്കാത്ത വസതിയിൽ 1800-ൽ താമസമാക്കി. 1814-ൽ
യുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളം പ്രസിഡന്റിന്റെ വസതിക്ക് തീവച്ചു. വൈറ്റ് വാഷ് ചെയ്ത കെട്ടിടം തീവെപ്പിൽ ഇരുണ്ടു. ആർക്കിടെക്ട് ജെയിംസ് ഹോബന്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിത് വർഷങ്ങൾക്കുള്ളിൽ താമസയോഗ്യമാക്കി. ൽ തിയോഡർ റൂസ്വെൽറ്റ് കെട്ടിടം പുതുക്കിപ്പണിതു. വെള്ള പെയിന്റടിച്ച കെട്ടിടത്തെ വൈറ്റ് ഹൗസ് എന്നും പ്രസിഡന്റിന്റെ വസതിയെന്നും ആളുകൾ പറഞ്ഞിരുന്നു. എന്നാൽ റൂസ്വെൽറ്റ് ഔദ്യോഗികമായി വൈറ്റ് ഹൗസ് എന്ന പേര് പ്രഖ്യാപിച്ചു. പിന്നീടും പുതുക്കിപ്പണിയലും കൂട്ടിച്ചേർക്കലുകളുമുണ്ടായി. ലോകം ഉറ്റുനോക്കുന്ന തലയെടുപ്പോടുകൂടിയ വൈറ്റ് ഹൗസിൽ 6 നിലകളിലായി 132 റൂമുകളാണുള്ളത്. കെട്ടിടത്തിന്റെ പുറംഭാഗം മാത്രം പെയിന്റ് അടിക്കാൻ 2158 ലിറ്റർ വെള്ള പെയിന്റ് വേണമെന്നാണ് ഏകദേശ കണക്ക്. വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റോൾ ഹില്ലിലാണ് 16 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ പാർലമെന്റ്. US കോൺഗ്രസ് എന്നറിയപ്പെടുന്ന പാർലമെന്റിന്റെ 2 സഭകളും ചേരുന്നത് ക്യാപിറ്റോൾ ബിൽഡിംഗിലാണ്. ജോർജ് വാഷിംഗ്ടണിന്റെ കാലത്ത് വൈറ്റ് ഹൗസിനൊപ്പം തന്നെ ക്യാപിറ്റോൾ ബിൽഡിംഗിന്റെ പ്രവർത്തനവും തുടങ്ങി. 1814 ക്യാപിറ്റോൾ ബിൽഡിംഗും തീവയ്ക്കപ്പെട്ടു. കോവിഡിന്റെ വരവോടെ ലോകം പുതിയ ജീവിതശൈലിയിലേക്ക് മാറി. മാസ്കും കയ്യുറയും ജീവിതത്തിന്റെ ഭാഗമായി. ഇതോടെ വ്യത്യസ്ത മാസ്കുകൾ വിപണിയിലെത്തിക്കാനുള്ള ശ്രമമാണ് വസ്ത്ര ഡിസൈനർമാരുടേത്. ഒപ്പമൊരു ജപ്പാൻ മാസ്കിന്റെ വിശേഷവും കാണാം. മുഖം നീലപ്പൂക്കൾ കൊണ്ട് മറച്ചു തല്ലിത് പുതിയ ലോകത്തെ അടയാളപ്പെടുത്തുന്ന മുഖാവരണത്തിന്റെ വൈവിധ്യങ്ങളിലൊന്ന്. വേണമെങ്കിൽ മുഖപ്പൂക്കളെന്നും പറയാം. ഹോങ്കോങ്ങിലെ തിയേറ്റർ കലാകാരനായ എഡ്മണ്ട് കോക്കിന് കോവിഡ് പ്രതിസന്ധിയിൽ വരുമാനം നിലച്ചു. കലയെ മറക്കാതെ പുതിയ വരുമാനം കണ്ടെത്തി കലാകാരൻ. പുതിയ ജീവിതശൈലിക്കൊപ്പം ദിവസേനയുള്ള ഉപയോഗത്തിനല്ല മാസ്ക് എന്ന് ചൈനീസ് കലർന്ന കാന്റണീസ് ഭാഷയിൽ എഡ്മണ്ട് പറയുന്നു. മുഖം പൊത്തിപ്പിടിക്കുന്ന കൈപ്പത്തിയുടെ രൂപത്തിലുള്ള മാസ്ക് ഹോങ്കോങ്ങിന്റെ പുതിയ രാഷ്ട്രീയം പറയുന്നതാണ്. ചൈന കൊണ്ടുവന്ന പുതിയ ദേശീയ നിയമവും മാധ്യമ വിലക്കും. എഡ്മണ്ട് തനിച്ചാണ് മാസ്കുകളുടെ ഡിസൈനിങ്ങും നിർമ്മാണവുമെല്ലാം.我覺得呢個口罩唔係淨係我嘅口罩，亦都係香港人嘅一啲生活點滴嘅口罩。ഇനി പറയുന്നത് പുതിയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച മാസ്കിനെ കുറിച്ചാണ്. മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്യാവുന്ന ഈ സ്മാർട്ട് മാസ്ക് നിർമ്മിച്ചത് ജപ്പാൻ